വ്യാജമദ്യ ലോബിയുടെ ഭാഗമായി വർഷങ്ങൾ പ്രവർത്തിച്ച ശേഷം പണി മതിയാക്കിയ ഒരാളുടെ സഹായത്തോടെയാണ് അജ്ഞാത കേന്ദ്രത്തിൽ ഞങ്ങൾ കയറിപ്പറ്റുന്നത്. ആവശ്യത്തിന് പണവും മുഖം കാണിക്കില്ലെന്ന് ഉറപ്പു നൽകിയപ്പോൾ കൂട്ടത്തിലൊരാൾ സഹകരിക്കാൻ തയ്യാറായി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ വിറ്റഴിക്കുന്നതിനുള്ള ലഹരി ഇതിനകം തന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്തിരുന്നു. തിരക്കൊഴിഞ്ഞ സമയമായതുകൊണ്ടാകാം ചെറിയ അളവിലെങ്കിലും മദ്യം നിർമ്മിച്ചു കാണിക്കണമെന്ന ഞങ്ങളുടെ ആവശ്യം സമ്മതിച്ചത്. കാഴ്ചയിൽ ഒരു മിനി മദ്യനിർമ്മാണശാല തന്നെ. കന്നാസുകളിൽ നിറച്ചുവെച്ച സ്പിരിറ്റ്. 1 ലിറ്റർ സ്പിരിറ്റിന് 3 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമെന്നാണ് കണക്ക്. നിറം ചേർക്കാൻ എസൻസുകൾ വിപണിയിൽ കിട്ടും. കിട്ടുന്നതിന് ആൾക്കാരുണ്ടല്ലോ നമുക്ക്. അതിനകത്ത് മറ്റു പേടിക്കേണ്ടത് അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയാണ് നമുക്ക് തരുന്നത്. ചേരുവകൾ കൃത്യമാകുന്നിടത്താണ് മദ്യത്തിന്റെ ലഹരി. ഒറിജിനൽ റമ്മായി വെള്ളം ചേർത്ത് കഴിക്കുന്നത്. ഇതിന് ഒരു 20 രൂപയുടെ വിലയേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു 10-500 കുപ്പി ഉണ്ടാക്കാൻ ഇത്രയും മതി. റമ്മിന് പകരം ബ്രാൻഡിയാണ് വേണ്ടതെങ്കിൽ ചേരുവകളും മാറും. കുപ്പി മാറുന്നതിനനുസരിച്ചാണ് മദ്യത്തിന് വില ഈടാക്കുന്നത്. വീര്യം കൂട്ടാൻ മാരക രാസവസ്തുക്കൾ വരെ ചേർക്കാറുണ്ടെന്നാണ് നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ. സയനൈഡിന്റെ വേറെ ഒരു പ്രൊസീജറുണ്ട്. കെമിക്കൽ ചേർത്ത് അതിന്റെ വീര്യം കുറച്ചതുണ്ട്. അത് ലിക്വിഡായിട്ട് കിട്ടും. 10 ലിറ്ററിന് 1/2 മില്ലി. ആ 1/2 മില്ലി ചേരുന്നത് 1 മില്ലി ആവും. അത് 10 ലിറ്ററിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ വിഷാംശമായി. അത് കഴിക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഉണ്ടാക്കി തീർന്നപ്പോൾ കുടിച്ചു കാണിക്കാമെന്നായി. ലഹരി അറിയുന്ന ചിലരും വ്യാജൻ രുചിച്ചു. നിറത്തിലും മണത്തിലും ഒറിജിനലിനെ വെല്ലുമെന്ന് സാക്ഷ്യം. മദ്യമാഫിയയുടെ വളരെ ചെറിയൊരു കണ്ണിയെ മാത്രമാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടത്. ഉത്സവ സീസണിലും അല്ലാതെയും ഇത്തരത്തിൽ 100 കണക്കിന് കേന്ദ്രങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വ്യാജമദ്യമാണ് ബാറുകളിലും ബിവറേജസ് കോർപ്പറേഷന്റെ വിപണനശാലകളിലും വരെ വിൽപ്പനയ്ക്കെത്തുന്നത്. സജയ് കുമാറിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇതില്ലാതെ ഒരു ബാറുകാരൻ രക്ഷപ്പെടുകയില്ല. ഈ വാക്കുകളുടെ ചുവട് പിടിച്ചാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. ബാറുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ള ഒരാളെ സത്യാവസ്ഥ അറിയാൻ സമീപിച്ചു. കേട്ടത് ഞെട്ടിപ്പിക്കുന്ന അറിവുകളാണ്. ബെവറേജസ് കോർപ്പറേഷൻ വിപണന കേന്ദ്രങ്ങളിലേക്ക് വ്യാജനെത്തുന്ന വഴിയും വിചിത്രം തന്നെ. വരുന്ന വണ്ടികളുണ്ടല്ലോ, ആ വണ്ടി വെച്ച് തന്നെ ഷിറ്റ് ചെയ്യും. അതിന് സഹായം ഉള്ളതുകൊണ്ട് ഇത് പ്രശ്നമല്ല. ഷോപ്പുകൾ 9 മണി കഴിഞ്ഞാൽ പിന്നെ വിൽപ്പന ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആ സമയങ്ങളിൽ ആൾക്കാർക്ക് ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളവർ വരുമ്പോഴത്തേക്കാണ് ഇതിന്റെ സെയിൽ കൂടുതൽ നടക്കുക. അതിന് ബില്ലൊന്നും വേണ്ട. 1 ലിറ്റർ സ്പിരിറ്റ് കലക്കിയാൽ ചുരുങ്ങിയത് 4 ലിറ്റർ മദ്യമുണ്ടാക്കാമെന്നാണ് കണക്ക്. സ്പിരിറ്റിന് 120 രൂപ കൂട്ടിയാലും 1 ലിറ്റർ മദ്യത്തിന് ചെലവ് പണിക്കൂലി അടക്കം 35 രൂപയിൽ കൂടില്ല. ഇതുതന്നെയാണ് വ്യാജമദ്യ ലോബിയുടെ ലാഭക്കണക്ക്. പെഗ് വിലയ്ക്ക് മദ്യം വിൽക്കുന്ന ബാറുകളിൽ കോടികൾ മറയുന്ന കച്ചവടമാണ് നടക്കുന്നതെന്നർത്ഥം. ചോദിക്കുന്ന പണം എണ്ണിക്കൊടുത്തു വാങ്ങുന്ന കുപ്പികൾ ബഹുഭൂരിപക്ഷവും വ്യാജമെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇല്ലാതാകുന്നത് കയ്യിലെ കാശു മാത്രമല്ല, അതിനേക്കാൾ വിലപ്പെട്ട ആരോഗ്യം കൂടിയാണെന്ന തിരിച്ചറിവ് വാങ്ങി കുടിക്കുന്നവർക്കെങ്കിലും ഉണ്ടാകണം. ക്യാമറമാൻ സജയ് കുമാറിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.